ഹായ് ഹലോ. ഇന്നിപ്പോൾ എന്തൊരു കീറിയ ഡ്രസ്സായിട്ട് വന്നിരിക്കുന്ന വിചാരിക്കണ്ട. ഇന്നത്തെ പരിപാടി ഇതാ ഈ ഒരു കീറിയ ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിക്ക് തന്നെ കീറിയിട്ടുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തും കീറിയിട്ടുണ്ട്, അതുപോലെ ഇതാ നമ്മുടെ ലൈനിങ് പീസും കീറി. പുതിയ ഡ്രസ്സായതുകൊണ്ട് ഒഴിവാക്കാനും വയ്യ. ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒരു വട്ടെങ്കിലും നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഒരാഴ്ച ഉണ്ടാവും കേട്ടോ മനസ്സിന്റെ ഉള്ളിൽ ഒരു കല്ല് പോലെ. അപ്പൊ ഫാഷൻ മേക്കർ വെച്ചിട്ട് ഈ ഒരു കീറിയ ഡ്രസ്സിനെ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവാണ്. സിഗ്സാഗ് സ്റ്റിച്ച് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സെലക്ടർ സിയിലേക്ക് ചേഞ്ച് ആക്കി കൊടുക്കും. ലെങ്ത് നമ്മൾ 0-ന്റെയും 1-ന്റെയും ഇടയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ടെൻഷൻ 0-ലേക്കും ചേഞ്ച് ആക്കി കൊടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചൊരു പാന്റ് ആണ്, നമുക്ക് ഈ എക്സ്റ്റൻഷൻ അങ്ങ് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അതാകുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീനൊക്കെ റെഡിയാക്കിയിട്ടോ. ഇനി നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതായത് കീറിയത് ഏകദേശം പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്കിത് മാറ്റി വെക്കുന്നതിലൂടെ നല്ല കറക്റ്റായിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഈ കീറിപ്പോയ 2 ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കറക്റ്റാക്കി പിടിച്ചിട്ട് ഏകദേശം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്ക് പ്രഷർ ഫുട്ട് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഈ 2 ക്ലോത്തിനെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്തുകൾ തമ്മിൽ വിട്ടു പോകാതെ ശ്രദ്ധിക്കണം. അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ ഒരു കീറിയ ഷേപ്പിനനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഈ കട്ടർ വെച്ചിട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇത് ഒന്നും കൂടെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി താഴ്ഭാഗത്തേക്കൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇങ്ങോട്ടാണുള്ളത്. ത്രെഡർ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് പതുക്കെ എടുക്കട്ടെ. നമ്മളിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ലോക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മുകളിൽ കൂടെ അത്യാവശ്യം നല്ല കട്ടിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് 3-ലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് ലെങ്ത്ത് 1-ന്റെയും 0-ന്റെയും ഇടയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. 1-ന്റെയും 0-ന്റെയും ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റട്ടെ നമുക്ക്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നൂല് വലിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ക്രേപ്പ് മെറ്റീരിയൽ കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് പോരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മളിതാ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പ്രഷർ ഫുട്ട് ഒന്ന് താഴ്ത്തി കൊടുത്ത് നൂല് അത്യാവശ്യം ഒന്ന് വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ക്ലിയറാക്കി സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഇനി ഇതൊന്ന് ഇതുപോലെ എക്സ്ട്രാ നൂലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ സിഗ്സാഗിൽ വരുന്നതുകൊണ്ട് 2 ഭാഗവും കവർ ചെയ്തിട്ടൊന്ന് ടൈറ്റായി നിൽക്കും കേട്ടോ. അതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മെക്കാനിസം ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ജസ്റ്റ് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ട് കഴിഞ്ഞ് ഇത് ഒന്ന് ജസ്റ്റ് ഊരിയെടുക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഈ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വലിച്ച് പിടിച്ച് കട്ട് ചെയ്യരുത്. ഈ ഒരു ഭാഗം കവറായിപ്പോയി. ഇനി നമുക്കിതാ ഇവിടെയാണ് ഇനി വരുന്നത്. ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്റ്റിച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോത്തിന്റെ സെയിം കളറിലുള്ള നൂല് തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എവിടെ കീറിയതെന്ന് പോലും അറിയില്ല. നല്ല ഉറപ്പുള്ള സ്റ്റിച്ചാണ് കേട്ടോ. അതുകൊണ്ട് കീറി പോരാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇനി മെയിൻ ക്ലോത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ, സെയിം മെത്തേഡ്. നമുക്ക് ഏത് ഭാഗത്താണോ കീറിയത് ആ ഒരു ഭാഗം നേരെ സ്റ്റിച്ച് ചെയ്യാൻ വെക്കുക. അതായത് നമ്മൾ കീറിയല്ലോ അതിൻ്റെ കുറച്ച് തൊട്ട് മുന്നായിട്ട് വേണം വെക്കാൻ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ക്ലോത്തും കൂട്ടി പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് സ്റ്റിച്ചിങ് ലെങ്ത് 2-ലോ 3-ലോ ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 0-ന്റെയും 1-ന്റെയും ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കീറിയതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അല്ലേ. ഇനി വേണമെങ്കിൽ നൂലിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വല്ല കായും പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതൊക്കെ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു ചെറിയ പോർഷൻ്റെയും കൂടിയ സ്റ്റിച്ചിങ് ഉള്ളൂ. ആ ഒരു ഭാഗത്ത് ഞാൻ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പേപ്പർ വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ്ങും അതുപോലെ പേപ്പർ വെക്കാതെയുള്ള സ്റ്റിച്ചിങ്ങും അതിലേതാണ് ബെറ്റർ എന്നൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ
വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പേപ്പർ ഇതാ നമ്മൾ മെഷീൻ്റെ മുകളിൽ വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ക്ലോത്തും വെച്ച് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പ്രഷർ ഫൂട്ട് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കുറച്ചൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്തില്ല നമ്മൾ അതുപോലെ തന്നെ കേട്ടോ. ഇനി ഇതാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകൂലേ പേപ്പർ വെച്ചിട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. നമ്മുടെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഈ ഒരു ഭാഗം ഞാൻ പേപ്പർ വെച്ചിട്ട് ചെയ്തു. ഈ ഒരു ഭാഗം പേപ്പർ ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഈ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇതാ ബാക്കി വരുന്ന ഈ ഒരു പീസും കൂടെ ഈ ഒരു പാൻറ്റിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കീറിയിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടി. ഇനി ഇതുപോലെ കീറിയ ഡ്രസ്സുകളൊന്നും കളയാൻ നിൽക്കണ്ട, നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു ഫാഷൻ മേക്കർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പരിപാടി നടത്തിയത്. ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.